നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. പുതുപ്പള്ളിയിൽ പോരാട്ടം കനക്കുന്നു. കളം നിറഞ്ഞ ചാണ്ടി ഉമ്മൻ. മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായി. കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് കാഞ്ഞിരപ്പള്ളിയെ ഡോക്ടർ എൻ ജയരാജ് 200 വർഷം പുറകോട്ട് കൊണ്ടുപോയെന്ന് BJP. നടപ്പാക്കാൻ കഴിയാത്ത 100-ലധികം വാഗ്ദാനങ്ങൾ നൽകി എല്ലാ വികസന സാധ്യതകളും BJP പ്രയോജനപ്പെടുത്തും. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കരുത്തരോട് ഏറ്റുമുട്ടാൻ NDAയുടെ ആതിരാടി നായർ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. ഏറ്റുമാനൂരിൽ മാറ്റം അനിവാര്യമെന്ന് ആതിരാടി നായർ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ചെറുകര സണ്ണി ലൂക്കോസ്. പാലക്കാട് ശോഭാ സുരേന്ദ്രന് ശക്തനായ ഇടത് എതിരാളികളില്ല. കോന്നിയിൽ സീറ്റ് BDJS-ന് വിട്ടുകൊടുത്തതും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. വാർത്തകൾ വിശദമായി. പുതുപ്പള്ളി മണ്ഡലത്തിൽ കളം നിറഞ്ഞ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മന്റെ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായി. പുതുപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായി. കൂരോപ്പട, അകലക്കുന്നം, അയർക്കുന്നം, പാമ്പാടി, മണർകാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കൺവെൻഷനുകൾ നടത്തിയത്. UDF പ്രവർത്തകരുടെ ആവേശകരമായ സാന്നിധ്യമാണ് ഓരോ മണ്ഡലം കൺവെൻഷനിലും കണ്ടത്. ചാണ്ടി ഉമ്മനെ ആവേശത്തോടെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ വരവേറ്റു. ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പ്രവർത്തകരുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല. പുതുപ്പള്ളി ഫെസ്റ്റ്, പുതുപ്പള്ളിയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണന ഇവയെല്ലാം പരാമർശിച്ചാണ് ചാണ്ടി ഉമ്മന്റെ പ്രസംഗം. ഈ നമ്മുടെ പുതുപ്പള്ളിയിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം. ശരിക്കും പറഞ്ഞാൽ അകലക്കുന്നത് നല്ല സ്കോപ്പാണ്. ഒരു സ്കോപ്പുള്ള സ്ഥലം അകലക്കുന്നു. കാരണം എന്താ? ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രപ്പോസ് IT ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന സ്ഥലം അകലക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വാക്ക് തരുന്നില്ല, പക്ഷേ ശ്രമിക്കാൻ പറ്റുന്നൊരു കാര്യം. നമുക്കൊരു IT സെന്റർ വരുമ്പോൾ ഇച്ചിരി ദൂരമുണ്ടത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും നമുക്ക് സ്ഥലമുള്ള സ്ഥലം അകലക്കുന്നതാണ്. മണർകാട്ടായിരുന്നു മണ്ഡലം കൺവെൻഷനുകളുടെ സമാപനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ബിനു പാറയിൽ അധ്യക്ഷനായി. റജിയം ഫിലിപ്പോസ്, ബാബു K. കോര, ഷാൻ T. ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കഴിഞ്ഞ 20 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്ത 100-ലധികം വാഗ്ദാനങ്ങളാണ് ഡോക്ടർ എൻ ജയരാജ് കാഞ്ഞിരപ്പള്ളിക്ക് നൽകിയതെന്ന് BJP കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ഇൻചാർജ് രവീന്ദ്രൻ നായർ. എല്ലാ വികസന സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തി മാതൃകാപരമായ മണ്ഡലമാക്കി മാറ്റാനാണ് BJP ശ്രമിക്കുന്നതെന്നും രവീന്ദ്രൻ നായർ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷങ്ങൾ കൊണ്ട് 100-ലധികം വാഗ്ദാനങ്ങൾ നൽകി കാഞ്ഞിരപ്പള്ളിയുടെ MLA ഡോക്ടർ എൻ ജയരാജ് ജനങ്ങളെ വഞ്ചിച്ചതായി BJP കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ഇൻചാർജ് രവീന്ദ്രൻ നായർ. പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനവും നിറവേറ്റി നൽകാൻ ഡോക്ടർ എൻ ജയരാജിന് കഴിഞ്ഞില്ലെന്നും രവീന്ദ്രൻ നായർ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വികസനം തന്നെയാണ്. കഴിഞ്ഞ 20 വർഷമായി കാഞ്ഞിരപ്പള്ളിയെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ എൻ ജയരാജ്, അദ്ദേഹം 4 തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് 100-ലധികം വരുന്ന വാഗ്ദാനങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ മുഴുവൻ പ്രദേശങ്ങൾ പരിശോധിച്ചിട്ടും അദ്ദേഹം കൊടുത്തിട്ടുള്ള ഈ 100-ലധികം വാഗ്ദാനങ്ങളിൽ ഒരെണ്ണം പോലും പൂർത്തീകരിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതിലേറ്റവും പ്രാധാന്യമുള്ളത് മണിമല കുടിവെള്ള പദ്ധതിയാണ്. 1987 ആരംഭിച്ച പദ്ധതി ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പോലും അത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്, കാഞ്ഞിരപ്പള്ളിയെ യാത്രാക്ലേശം കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനം, അതൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് എന്ന ഒരു ആശയം കൊണ്ടുവന്നത്. അത് കാഞ്ഞിരപ്പള്ളിയിലെ ജനങ്ങളെ സംബന്ധിച്ചൊരു ആശയവും അഭിലാഷവും തന്നെയാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ ഇത്രയും കാലത്തെ പ്രയത്നം കൊണ്ടുപോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയുടെ തെക്കേ അറ്റമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രദേശമെന്ന് തന്നെ പറയാവുന്ന കറുകച്ചാൽ, അതിനൊരു ലിങ്ക് റോഡ് അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 15 വർഷത്തിലധികമായി. അതിനുവേണ്ടി യാതൊരു കാര്യവും ഒരു ചെറുവിരൽ അനക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ കറുകച്ചാലിലെ മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ്, പോലീസ് സ്റ്റേഷൻ്റെ ക്വാർട്ടേഴ്സ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് കാഞ്ഞിരപ്പള്ളിയുടെ വികസന സാധ്യതകളായിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ
പിന്നെ പ്രളയകാലത്ത് ഒലിച്ചുപോയ 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം അത് ഒലിച്ചു പോയതിനു ശേഷം അത് പുനർനിർമ്മിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇതേ കാലം വരെ അതിനുവേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ വികസന സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായ ഒരു വികസന പ്രക്രിയ കാഞ്ഞിരപ്പള്ളിയിൽ നടപ്പാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാലും കാഞ്ഞിരപ്പള്ളിയിൽ 20 വർഷമായിട്ട് 200 വർഷം പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രമന്ത്രിയായതിനു ശേഷം 1700 കോടി രൂപയുടെ വികസനം കേരളത്തിൽ നടപ്പാക്കാൻ ജോർജ് കുര്യന് കഴിഞ്ഞ ചെറുകാലയളവിൽ സാധിച്ചു. ഹൈറേഞ്ചിന്റെ പ്രവേശന കവാടമായ കാഞ്ഞിരപ്പള്ളിയിൽ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയുള്ള വികസനം ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയുടെ പ്രതിനിധിയായി എത്തിയാൽ നടപ്പാക്കുമെന്നും രവീന്ദ്രൻ നായർ പറഞ്ഞു. ജോർജ് കുര്യൻ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ കാലത്തിന് ആയതിനു ശേഷം 1700 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ട്. കാഞ്ഞിരപ്പള്ളി നമ്മുടെ ഹയർ റേഞ്ചിൻ്റെ പ്രവേശന കവാടമാണ് കാഞ്ഞിരപ്പള്ളി. ഈ പ്രവേശന കവാടം ഒരു മലയോര മേഖലയുടെ തുടക്കം എന്നുള്ള നിലയിൽ ഇതിൻ്റെ ചെറുവഴികളടക്കം, പ്രധാന റോഡുകളടക്കം, ആശുപത്രി അടക്കം, കാഞ്ഞിരപ്പള്ളിയിലെ ഗവൺമെൻറ് ആശുപത്രി അടക്കം എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ വികസിപ്പിച്ചുകൊണ്ട് ഒരു മാതൃകാപരമായ നിയോജക മണ്ഡലമാക്കി കാഞ്ഞിരപ്പള്ളിയെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ കരുത്തരോട് പടവെട്ടാൻ ആതിരാടി നായർ. പ്രധാന മുന്നണികളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് NDAയുടെ ആതിരാടി നായർ. നല്ലൊരു ഗായിക കൂടിയായ ആതിര നർത്തകിയുമാണ്. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ 2 കരുത്തന്മാരുടെ ഇടയിലെ ബേബി. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി NDAയ്ക്ക് വേണ്ടി 2020യിലൂടെ എത്തിയിരിക്കുകയാണ് ആതിരാടി നായർ. ഇടത് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയും മന്ത്രിയുമായ VN വാസവനോടും UDF സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റുമായ നാട്ടകം സുരേഷിനോടും മത്സരിക്കാനാണ് 25-കാരിയായ ആതിര രംഗത്തെത്തിയിട്ടുള്ളത്. സകലകലാ വല്ലഭയും കൂടിയാണ് ഈ പെൺകുട്ടി. പാട്ടുകാരിയും നർത്തകിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും റീൽസ് താരവും സംരംഭകയുമാണ് ആതിരാടി നായർ. ഏറ്റുമാനൂരിൽ ആദ്യം നിശ്ചയിച്ചിരുന്ന വീണ നായർക്ക് മത്സരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ആതിരയ്ക്ക് നറുക്കുവീണത്. മാറ്റമാണ് ജനങ്ങൾക്ക് വേണ്ടതെന്നും കന്നി അംഗത്തിൽ വിജയപ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ആതിരാടി നായർ പറയുന്നു. ഇപ്പോൾ നമ്മുടെ ജനങ്ങൾ 2 പാർട്ടികളിലും അല്ലെങ്കിൽ ഭരണങ്ങൾ കണ്ടു. അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണെന്നാണല്ലോ. അപ്പോൾ ഇവിടെയും മാറ്റം കൊണ്ടുവരണം. കാരണം ഇപ്പോൾ വികസനം എന്ന് എല്ലാ പ്രാസംഗികരും അല്ലെങ്കിൽ നേതാക്കളും പ്രസംഗത്തിൽ പറയാറുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടുന്ന വികസനം നമുക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെയുള്ള ജനങ്ങൾ അത് കാണുന്നതാണ്, അവർക്കറിയാം. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ ജയിച്ചൊരു MLA ആയി വന്നാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു രാഷ്ട്രീയം ഒരു തൊഴിലാക്കി മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതുവരെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. ഇനി അങ്ങോട്ട് അത് ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയത്തെ ഒരു തൊഴിലായി ഞാൻ കാണുന്നില്ല. മറിച്ച് അതൊരു രാഷ്ട്ര സേവനം അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. BSc സൈബർ ഫോറൻസിക്കും MSc കമ്പ്യൂട്ടർ സയൻസും പൂർത്തിയാക്കി മാന്നാനം KE സ്കൂളിൽ അധ്യാപികയായിരിക്കെ സ്റ്റാർട്ടപ്പിലേക്ക് തിരിഞ്ഞു. സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയാണ് എല്ലാവരും തന്നെ സ്വീകരിക്കുന്നതെന്ന് ആതിര പറയുന്നു. പാട്ടുപാടി വോട്ടർമാരുടെ മനസ്സിൽ കയറിപ്പറ്റുന്നതിനൊപ്പം ഏറ്റുമാനൂരുകാർ ഒപ്പം നിർത്തുമെന്ന വിശ്വാസമാണ് ആതിരയ്ക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ചെറുകര സണ്ണി ലൂക്കോസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ രാഷ്ട്രീയ അകലമില്ലെന്ന് തെളിയിക്കുന്ന പല ഘടകങ്ങളുമുണ്ടെന്നും ചെറുകര സണ്ണി ലൂക്കോസ് പറഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP അന്തർധാരയുണ്ടെന്ന് കരുതണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ചെറുകര സണ്ണി ലൂക്കോസ്. സംസ്ഥാന ഭരണ നേതൃത്വവും കേന്ദ്ര നേതൃത്വവും തമ്മിൽ രാഷ്ട്രീയമായി എതിർപ്പുകളില്ലെന്ന് PM ശ്രീയിൽ ഒപ്പുവെച്ചത് ചൂണ്ടിക്കാട്ടി സണ്ണി ലൂക്കോസ് പറഞ്ഞു. കേരളത്തിലെ ഭരണ നേതൃത്വവും കേന്ദ്ര നേതൃത്വവും തമ്മിൽ രാഷ്ട്രീയമായ എതിർപ്പുകളില്ലെന്ന് തെളിയിക്കപ്പെട്ട പല സംഭവവികാസങ്ങളുണ്ട്. ഒന്ന് അടുത്ത കാലത്തുണ്ടായതാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഇവിടെ മന്ത്രിസഭയോ ഘടകകക്ഷികളോ അറിഞ്ഞില്ല. അക്കാര്യം പരസ്യമായി CPI വലിയ വിവാദമാക്കി അതിനെ എതിർത്ത ശേഷമാണ് അതിൽ നിന്ന് തൽക്കാലമേലും പുറകോട്ട് പോകാൻ
ഗവൺമെൻറ് നിർബന്ധിതരായത്. CPMന്റെ ശക്തി കേന്ദ്രമായ പാലക്കാട് BJPയുടെ ശോഭാ സുരേന്ദ്രനെതിരെ CPMന്റെ ശക്തനായ എതിരാളിയെ നിർത്താത്തതും കോന്നി സീറ്റിൽ BJP മത്സരിക്കാതെ BDJSന് നൽകിയതുമെല്ലാം CPMഉം BJPയും തമ്മിൽ ധാരണയുള്ളതുകൊണ്ടാണെന്നും ചെറുകര സണ്ണി ലൂക്കോസ് പറയുന്നു. ആ പാലക്കാട്ട് എന്തുകൊണ്ട് CPMനൊരു ശക്തനായ കാൻഡിഡേറ്റിനെ അവിടെ നിർത്താൻ കഴിഞ്ഞില്ല? ഇതുപോലെ ശോഭാ സുരേന്ദ്രനെ പോലെ BJPയുടെ ഒരു ശക്തനായ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് CPMന് അവിടെ ഒരു നല്ല കാൻഡിഡേറ്റിനെ നിർത്താൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ആളുകൾ കാത്തിരുന്ന ആ സ്ഥലത്തേക്ക് വന്നത് യാതൊരു രാഷ്ട്രീയമായ മുൻപരിചയവുമില്ലാതെ പൊതുപ്രവർത്തനം പരിചയവുമില്ലാത്ത ഒരു ബിസിനസ്സുകാരനെ, ഒരു കച്ചവടക്കാരനെ പിടിച്ച് അവിടെ കാൻഡിഡേറ്റ് ആക്കുകയാണ്. ആ ഉദ്ദേശം തന്നെ ആ പർട്ടിക്കുലർ ആളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം, അത് UDFൻ്റെ വോട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ആണ് അങ്ങനെ ഒരു കാൻഡിഡേറ്റ് വന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം അവിടെ എവിടേക്കോ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തുതീർപ്പ് നടന്നിരിക്കുന്നു. ഇവിടെ അവരെ വിജയിപ്പിക്കുക, അപ്പുറത്ത് ഇവരെ വിജയിപ്പിക്കുക എന്നുള്ള നിലയിൽ. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ക്യാബിനറ്റ് ചാനൽ പ്രതിനിധിയുമായി സംസാരിക്കുകയായിരുന്നു ചെറുകര സണ്ണി ലൂക്കോസ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദളിത് ആദിവാസി സംഘടനകൾ UDFനെ പിന്തുണയ്ക്കുമെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. SC/ST വിഭാഗങ്ങളുടെ ആശ്രയമായ ബജറ്റ് വിഹിതം LDF സർക്കാർ അട്ടിമറിച്ചെന്നും പറഞ്ഞു. ദളിത് ആദിവാസി സംഘടനകളുടെ സംയുക്ത വേദിയായ അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തലത്തിൽ UDFനെ പിന്തുണയ്ക്കും. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ ആദിവാസി ദളിത് വിഭാഗങ്ങൾ സാമുദായികമായി തുടച്ചു നീക്കപ്പെടുമെന്ന ആശങ്ക കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കുണ്ട്. ഇടതുപക്ഷ ഭരണം കൊണ്ട് ഏറെ കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് ആദിവാസി ദളിത് വിഭാഗങ്ങളെന്നും വിഭവവും സമ്പത്തുമില്ലാത്ത സമുദായമെന്ന നിലയിൽ ഭരണഘടനാപരമായി മാത്രം ലഭിക്കുന്ന ബജറ്റ് വിഹിതം മാത്രമാണ് SC/ST വിഭാഗങ്ങൾക്ക് ആശ്രയിക്കാനുള്ളതെന്നും ഭാരവാഹികൾ പറയുന്നു. പിണറായി വിജയൻ സർക്കാർ ഈ ബജറ്റ് വിഹിതം അട്ടിമറിച്ചെന്നും ഇവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 7411 കോടി രൂപ ബജറ്റ് വിഹിതം വകമാറ്റുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്തു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ വിദ്യാഭ്യാസത്തിന് വകയിരുത്തുന്ന തുകയുടെ 50% മാത്രമേ ചെലവഴിക്കുന്നുള്ളൂ. വകയിരുത്തുന്ന തുക സമയത്തിന് നൽകാതെ 3 വർഷത്തിനുള്ളിൽ ഗ്രാന്റ് സംവിധാനം അട്ടിമറിച്ച സമയത്ത് വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുക്കാത്തതിനാൽ 150ഓളം വിദ്യാർത്ഥികൾ ഉന്നത പഠനം ഉപേക്ഷിച്ചു. 9 വർഷത്തിനുള്ളിൽ ആദിവാസി വനാവകാശ നിയമത്തിന്റെ സുപ്രധാന മേഖലയായ സാമൂഹിക വനാവകാശം നടപ്പാക്കിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ഭൂരഹിതർക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ നൽകിയ ഭൂമിയും വിതരണം ചെയ്തില്ല. പ്ലാൻ ഫണ്ട് ഇങ്ങനെ ചുരുങ്ങി വരുന്നതിൻ്റെ ചെറിയ ശതമാനത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഗവൺമെൻറ് സപ്പോർട്ട് പരിമിതപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഫണ്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇടിവെട്ടാന് പാമ്പ് ഇടിച്ചു എന്ന് പറയുന്ന പോലെയാണ്, അതിൽ നിന്ന് 7411 കോടി രൂപ ചെലവഴിക്കാതിരുന്നത്. തുക മാറ്റിവെക്കുന്നു, ചെലവഴിക്കാതിരിക്കുക, ആ ഫണ്ട്, ആ പണമെടുത്ത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ഏറ്റവും മൃഗീയമായ ഒരു തന്ത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഈ ഇങ്ങനെ ചെലവഴിക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഇരയാക്കപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലയിലാണ്. ഇപ്പം ഞങ്ങളെപ്പോലെ ഈ ഷർട്ടുമുണ്ടൊക്കെ ഇരിക്കുന്നവരെല്ലാം തന്നെ 60, 70, 80 കാലഘട്ടത്തിലെ തലമുറകൾ കടന്നു വന്നവർ എഡ്യൂക്കേഷൻ കിട്ടിയുകൊണ്ടാണ്. ഇന്നത് മുഴുവൻ അപ്പാടെ ഇവർ തകർത്ത് തരിപ്പണമാക്കി. കഴിഞ്ഞ 4 വർഷമായി ഗ്രാന്റ് കൊടുക്കാതിരിക്കുന്നു, ലംസം ഗ്രാന്റ് കൊടുക്കാതിരിക്കുന്നു. SC/ST ഡെവലപ്മെന്റ് ഫ്രണ്ട് ആക്ട് നടപ്പാക്കുക, വിദ്യാഭ്യാസ ഗ്രാന്റുകൾ സംരക്ഷിക്കുക, ആദിവാസി ദളിത് ഭൂപ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഒരു അവകാശ പത്രികാ രൂപത്തിൽ UDF നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. UDFന്റെ പ്രകടന പത്രികയിൽ കാതലായ വിഷയങ്ങൾ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയുള്ളതായും ഭാരവാഹികൾ പറഞ്ഞു. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ADF ചെയർമാൻ IR സദാനന്ദൻ, ഉപദേശക സമിതി അംഗം ഡോക്ടർ NV ശശിധരൻ, ADF കൺവീനർ CJ തങ്കച്ചൻ, ADF ജനറൽ കൺവീനർ M ഗീതാനന്ദൻ, പ്രശാന്ത് M പ്രഭാകർ, ശ്രീജിത്ത് P ശശി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അക്ഷരനഗരിക്ക് അനുഭൂതി പകർന്ന് തിരുനക്കര പകൽപൂരം. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളെത്തി പൂരം പൊടിപൂരമാക്കി.
അക്ഷരനഗരിക്ക് അഴകിന്റെ നിറം ചാലിച്ച് തിരുനക്കര പകൽപൂരം. പൂരാവേശത്തിൽ അലിഞ്ഞു ചേരാനായി ആയിരങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തി. തന്ത്രി താഴ്മൺ മഠം കണ്ഠരര് മോഹനരര് ദീപം തെളിയിച്ചതോടെ അക്ഷരനഗരിയിലെ പൂരം തുടങ്ങി. കിഴക്കൻ ചേരുവാരത്തിലും പടിഞ്ഞാറൻ ചേരുവാരത്തിലും ഗജവീരന്മാർ അണിനിരന്നു. പടിഞ്ഞാറൻ ചേരുവാരത്തിൽ തിരുനക്കര തേവരുടെ സ്വർണ്ണ തിടമ്പുമായി പുതുപ്പള്ളി കേശവനും, പടിഞ്ഞാറൻ ചേരുവാരത്തിൽ ഭഗവതിയുടെ തിടമ്പുമായി ഉഷശ്രീ ശങ്കരൻകുട്ടിയും എത്തിയത് ആവേശം വാനിലുയർത്തി. കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ 111 കലാകാരന്മാർ അണിനിരന്ന സ്പെഷ്യൽ പാണ്ടിമേളവും വിരുന്നായി. അടുത്ത വർഷം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ആവേശത്തിരയിളക്കിയ പകൽപൂരത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൃഷിയിടങ്ങളിലെ വിപണി എലിക്കുളം പഞ്ചായത്തിൽ സജീവമായി. കർഷകൻ ജസ്റ്റിൻ ജോർജ് മണ്ഡപത്തിലെ കൃഷിയിടത്തിലെ കാഴ്ചകളാണ് ഇത്. കൃഷിയിടങ്ങളിലെ വിപണി എലിക്കുളം പഞ്ചായത്തിൽ സജീവമായി. കാപ്പുകയം പാടശേഖര സമിതി സെക്രട്ടറി ജസ്റ്റിൻ ജോർജ് മണ്ഡപത്തിലിന്റെ പുരയിടത്തിലെ കാർഷിക വിപണിയാണ് ശ്രദ്ധ നേടുന്നത്. പാവയ്ക്ക, പയർ തുടങ്ങി നിരവധി പച്ചക്കറി ഇനങ്ങൾ ജസ്റ്റിന്റെ തോട്ടത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായി. പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടിയായ രാജേഷ് കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പച്ചക്കറി വാങ്ങാൻ എത്തിയത്. എലിക്കുളം പഞ്ചായത്ത് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയ്, മുൻ പഞ്ചായത്ത് അംഗം അഖിൽ അപ്പുക്കുട്ടൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പൊൻകുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പച്ചക്കറിത്തോട്ടം ജസ്റ്റിൻ ജോർജിനെ ഏൽപ്പിക്കുവാനുള്ള തീരുമാനവും അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഏക പാടശേഖരമായ കാപ്പുകയം പാടശേഖരം ഇതോടെ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളിയിൽ പോരാട്ടം കനക്കുന്നു. കളം നിറഞ്ഞ ചാണ്ടി ഉമ്മൻ. മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായി. കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് കാഞ്ഞിരപ്പള്ളിയെ ഡോക്ടർ N ജയരാജ് 200 വർഷം പുറകോട്ട് കൊണ്ടുപോയെന്ന് BJP. നടപ്പാക്കാൻ കഴിയാത്ത 100-ലധികം വാഗ്ദാനങ്ങൾ നൽകി എല്ലാ വികസന സാധ്യതകളും BJP പ്രയോജനപ്പെടുത്തും. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കരുത്തരോട് ഏറ്റുമുട്ടാൻ NDAയുടെ ആതിരാടി നായർ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. ഏറ്റുമാനൂരിൽ മാറ്റം അനിവാര്യമെന്ന് ആതിരാടി നായർ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ചെറുകര സണ്ണി ലൂക്കോസ്. പാലക്കാട് ശോഭാ സുരേന്ദ്രന് ശക്തനായ ഇടത് എതിരാളികളില്ല. കോന്നിയിൽ സീറ്റ് BDJS-ന് വിട്ടുകൊടുത്തതും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.